ജയലാൽ പറയുകയാണ്, അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ മറികടന്ന് സമർത്ഥമായി മുന്നോട്ടു പോയേ പറ്റൂ. ഞാൻ പറഞ്ഞതിനേക്കാളും ഭീകരമാണ് വീട്ടിലത്തെ അവസ്ഥ. പിന്നെ അതാണ് അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഇത്തരം ചീളുകേസുകളൊന്നും അല്ല. ദീപ പറയുകയാണ്, ലാലേട്ടന്റെ അമ്മ എന്നെ തല്ലിയാലും കൊന്നാലും ശരി, ഞാനവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം. അല്ലാതെ ഞാനൊരു അടിമയെ പോലെ ജീവിക്കണമാണ് എന്നാണെങ്കിൽ അങ്ങനെയും ജീവിക്കാം. ലാലേട്ടന്റെ അമ്മ എങ്ങനെയൊക്കെ എന്നെ ചവിട്ടിമരിച്ചാലും എനിക്കറിയാം കൂടെയുള്ളത് എന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരാളാണെന്ന്. അങ്ങനെ ഒരാൾ കൂടെയുള്ളപ്പോൾ പിന്നെ എല്ലാം സഹിക്കാം ഞാൻ. ജയലാൽ ചോദിക്കുകയാണ്, അപ്പോ ശരി, നമുക്ക് പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകാം. അത്രയും പറഞ്ഞ് രണ്ടുപേരും കാറിൽ കയറി കോളേജിൽ നിന്നും ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാർത്തിയുടെ അടുത്തേക്ക് എത്തുന്ന രചനയാണ്. കാർത്തി ചോദിക്കുകയാണ്, എന്താ നിന്റെ മുഖത്ത് നല്ല നിരാശയുണ്ടല്ലോ, എന്തു പറ്റി? ഭാഗ്യലക്ഷ്മിയുടെ മോളുമായിട്ട് ഉടക്കിയോ? നമ്മളെല്ലാം തോറ്റു കാർത്തി. കാർത്തി ചോദിക്കുകയാണ്, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? രചന പറയുകയാണ്, ഇന്ന് കോളേജിൽ വന്നു ആ ദീപ. കാർത്തി പറയുകയാണ്, ഓ അത് നേരത്തെ വന്നതാണല്ലോ. അവൾ ഒറ്റയ്ക്കല്ല വന്നത്, കൂടെ അവനുമുണ്ടായിരുന്നു. അവളെ കെട്ടാൻ പോകുന്ന ജയലാൽ. അത് കേട്ടൊന്ന് അന്തം വിടുകയാണ് കാർത്തി. കാർത്തി ചോദിക്കുകയാണ്, നീ പറഞ്ഞത് സത്യമാണോ? അല്ലെങ്കിൽ പിന്നെ നിന്നെ കാണാൻ ഞാൻ ഇവിടേക്ക് വരുമോ? എന്റെ കാർത്തി, കാര്യങ്ങൾ ഞാൻ അവന്റെ തലയിൽ കയറുന്ന രീതിയിൽ സംസാരിച്ചു. നീയും സംസാരിച്ചു. ഞാൻ ഫോട്ടോസും അയച്ചു കൊടുത്തു. എന്നിട്ടും ഫലം കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവൻ അവളിൽ അഡിക്റ്റായ പയ്യനാണ്. കാർത്തി പറയുകയാണ്, അഡിക്റ്റായവന് അടി കിട്ടിയാൽ നോവില്ല. രചന പറയുകയാണ്, എന്റെ കാർത്തി, ഞാൻ ഇന്ന് ദീപയുടെ കല്യാണം മുടങ്ങുമെന്ന് കരുതി ദിയയെ വെല്ലുവിളിച്ചു, ഫ്രണ്ട്സിന്റെയൊക്കെ മുന്നിൽ വെച്ച്. അതിനുശേഷമാണ് ദീപയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ മരമണ്ടൻ വന്നത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ നിന്നങ്ങ് ഉരുകിപ്പോയി. അവൻ സിനിമയിലെ നായകന്മാരെ പോലെയാണ് എന്നോട് സംസാരിച്ചിട്ട് പോയത്. ദിയയും എന്നെ കുറെ ആക്ഷേപിച്ചു. ആർത്തി പറയുകയാണ്, നീ പേടിക്കണ്ടടി മോളെ, നിനക്കുണ്ടായ വേദനയ്ക്കും അപമാനത്തിനും ഞാൻ പരിഹാരം കണ്ടിരിക്കും. രചന ചോദിക്കുകയാണ്, എന്തോന്ന് പരിഹാരം? നിനക്ക് ആ ബുള്ളറ്റ് ജഗൻ എന്ന് കേട്ടാൽ മുട്ടുവിറക്കില്ലേ? മുട്ടുവിറയ്ക്കും, അതെനിക്ക് പേടിയാണ്. അത് ഞാൻ അംഗീകരിക്കുന്ന സത്യം തന്നെയാണ്. പക്ഷേ ഭാഗ്യലക്ഷ്മിയുടെ മോളുടെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. രചന പറയുകയാണ്, അവന്റെ കൈയും കാലും തല്ലിയൊടിക്കുകയാണ് വേണ്ടത്. അവൻ എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിൽ നിന്നും ഒന്ന് പിന്മാറണം. കാർത്തി പറയുകയാണ്, ജീവന് ഭീഷണിയുണ്ടെന്ന് അറിയുമ്പോൾ ഏതവനായാലും പിന്മാറിക്കോളും. ഇന്നത്തെ ദിവസം മറക്കാൻ പറ്റില്ല കാർത്തി. എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല. നീ നേരത്തെ പറഞ്ഞല്ലോ, ഭാഗ്യത്തിനും മക്കൾക്കും നല്ലത് വന്നാൽ നീ ബുള്ളറ്റ് ജഗന്റെ മുഖം പോലും ഓർക്കില്ലാന്ന്. അതിനേക്കാളുമാണ് എനിക്ക് ഒരു കാരണവശാലും ഭാഗ്യലക്ഷ്മിയുടെ മക്കൾ നല്ല നിലയിൽ ജീവിക്കാൻ പാടില്ല. അവർക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പാടില്ല. ആർത്തി പറയുകയാണ്, എന്റെ അച്ഛനൊരു തീരുമാനമുണ്ട്. എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടത്തിയെടുത്തിരിക്കും. പക്ഷേ ഭാഗ്യലക്ഷ്മിയുടെ കാര്യത്തിലാണ് അത് പിഴച്ചുപോയത്. പിന്നെ ഞാൻ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി അച്ഛൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പക്ഷെ അവിടെയും എന്റെ അച്ഛനെ അവര് തോൽപ്പിച്ചു കളഞ്ഞു. എന്റെ അച്ഛനെ മാത്രമല്ല, അവരുടെ ഭർത്താവിനെ പോലും. ഒരു മകൻ ജയിലിലേക്ക് പോകുന്നത് സ്വന്തം അച്ഛനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിനേക്കാൾ കഷ്ടമാണ്. അതിനുശേഷം അവര് സസ്പെൻഷനിലായപ്പോൾ തൊട്ടു പിന്നാലെ അവൻ അച്ഛന്റെ കൈയും കാലും അവൻ തല്ലിയൊടിച്ചു. അവര് വിലക്കെടുത്ത വാടക ഗുണ്ട. അതൊക്കെ അങ്ങനെയങ്ങ് മറക്കാൻ പറ്റുമോടി? ദേഷ്യപ്പെട്ട് രചന പറയുകയാണ്, വെറുതെ ഓരോന്നാലോചിച്ച് ചോര തിളപ്പിക്കാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ്. ദീപയുടെ കല്യാണം നടക്കുമെന്ന് ഉറപ്പായാൽ നിന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ചിലപ്പോൾ അവൾക്ക് വിഷം കൊടുത്തു കൊന്നെന്നും വരും. അത്രയ്ക്ക് പകയുണ്ട് എന്റെ മനസ്സിൽ ആ കുടുംബത്തോട്. അത്രയും പറഞ്ഞു പോവുകയാണ് രചന. പിന്നീട് കാറിൽ പോകുന്ന ജയലാലും ദീപയുമാണ് കാണിക്കുന്നത്. ജയലാൽ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തുകയാണ്. ദീപ ചോദിക്കുകയാണ്, എന്നാൽ ഞാനിവിടെ ഇറങ്ങിക്കോട്ടെ, ഇവിടെ നിന്ന് നടന്നു പോകാം? ജയലാൽ പറയുകയാണ്, ഒരിക്കലും ഇല്ല, ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുവിടും. കുറച്ചു ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക്, ഞാൻ പൊയ്ക്കോളാം. ജയലാൽ പറയുകയാണ്, അങ്ങനെ അങ്ങ് പോയാലോ? കുറച്ചു സമയം കഴിയട്ടെ. ദീപ ചോദിക്കുകയാണ്, ഇനി എന്താ സംസാരിക്കാനുള്ളത്? കുറച്ചു സമയം കൂടി ഞാൻ എന്റെ പെണ്ണിനെ ഒന്ന് കാണട്ടെ. അന്നേരം നാണിക്കുകയാണ് ദീപ. പിന്നീട് ദീപ പറയുകയാണ്, രചന ഒരിക്കലും അടങ്ങിയിരിക്കില്ല. തോൽക്കാൻ മനസ്സില്ലാത്ത പെൺകുട്ടിയാണ് അവള്. അതെനിക്ക് നേരത്തെ അറിയാം. ആൺകുട്ടികളൊക്കെ അവളെ ഇൻസൾട്ട് ചെയ്യുകയോ കളിയാക്കുകയോ ചെയ്താൽ അവൾ നന്നായിട്ട് പ്രതികരിക്കും. അന്നതൊക്കെ പോസിറ്റീവായിട്ടാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് അവളെ നല്ല കൂട്ടുകാരിയാക്കിയത്. താൻ ഇറങ്ങ് എന്ന് പറയുകയാണ് ജയലാൽ. അതിനുശേഷം കാറിൽ നിന്നും ഇറങ്ങുകയാണ് രണ്ടുപേരും. ആലോചിച്ചു നിൽക്കുന്ന ദീപയോട് ജയലാൽ ചോദിക്കുകയാണ്, എന്താ ഒരു ആലോചന?
ദീപ പറയുകയാണ് ആ രചനയെ അറിയാവുന്നത് കൊണ്ട് പറയുകയാണ്. ഇന്നുണ്ടായ സംഭവത്തിൽ അവൾ തിരിച്ചടിക്കാൻ നോക്കും. അത് കാർത്തിയെ കൂട്ടുപിടിച്ചിട്ടായിരിക്കും. ജയലാൽ പറയുകയാണ് അത് നിന്റെ അനിയത്തിക്കുട്ടി നോക്കിക്കോളും. ബുള്ളറ്റ് ജഗൻ എന്ന് കേട്ടാൽ ഈ കാർത്തി ഉൾപ്പെടെ എല്ലാവരും വിറയ്ക്കും. ഞാൻ അയാളെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തി. പോലീസുകാർക്ക് പോലും പേടിയാണ്. ദീപ പറയുകയാണ് പക്ഷെ അയാൾ നല്ലവനാണെന്നാണ് അവൾ പറയുന്നത്. എടോ, തന്റെ അമ്മയെ പോലെ തന്നെ നല്ല കുട്ടിയാണ് ദിയയും. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അബദ്ധം പറ്റില്ല. ദീപ പറയുകയാണ് ഞങ്ങളുടെ കാര്യം പോട്ടെ, ഇപ്പോൾ ഞങ്ങളെക്കാളും ദേഷ്യം അവർക്ക് ലാലേട്ടനോടാണ്. ഞാനും തരക്കേടില്ലാത്ത ഒരമ്മയുടെ മോനാണ്. ഇന്നും ജയിലിൽ കഴിയുന്ന ഒരമ്മയുടെ മോൻ. കരോള് കഴിഞ്ഞാൽ അങ്ങോട്ടാണ് പോകുന്നത്. ദീപ പറയുകയാണ് അതേപ്പറ്റി ഞാൻ കൂടുതലൊന്നും ചോദിച്ചിട്ടില്ല. മരുമകളുടെ തലയടിച്ചു പൊട്ടിച്ചാൽ എല്ലാവരും പ്രശ്നമുണ്ടാക്കും. പക്ഷേ ലാലേട്ടന്റെ ചേട്ടൻ എന്താ ആ പ്രശ്നം ഒഴിവാക്കാൻ ശ്രമിക്കാതിരുന്നത്? ചിരിച്ചുകൊണ്ട് ജയലാൽ പറയുകയാണ് അവിടെ മറ്റൊരു ഭൂതമുണ്ട്. അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ഒരാൾ. അമ്മയുടെ അത്രയും വരില്ല എങ്കിലും അവരും പ്രശ്നക്കാരിയാണ്. ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത് ജീവിക്കുന്ന ഒരു വക്കീൽ, അഡ്വക്കേറ്റ് രഞ്ജിനി. ചേട്ടത്തിയുടെ അമ്മ. അത്രയ്ക്ക് ഡേഞ്ചറസ് ആവുമ്പോൾ ഇന്നത്തെ കാലത്ത് എന്ത് നടക്കുമെന്ന് അറിയാമല്ലോ. ഒരുമാതിരിപ്പെട്ട ആൺകുട്ടികളൊന്നും വക്കീലന്മാരായ പെൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് വിവാഹം കഴിക്കാൻ ധൈര്യപ്പെടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. വീട്ടിനകത്ത് എന്തെങ്കിലും പൊത്തിത്തെറി ഉണ്ടായാൽ പൈസ ഇല്ലാതെ അവര് കേസ് വാദിക്കും. നമ്മൾ വക്കീലിന് പൈസ കൊടുത്ത് മുടിയുകയും ചെയ്യും. ഇത് കേട്ട് ചിരിച്ച് ദീപ പറയുകയാണ് എന്റെ അനിയത്തിയുടെ സ്വപ്നമാണ് LLB. ദിയെ പോലുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പറ്റിയ ഒരാൾ വന്നാൽ വീടിനകത്ത് വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞത് ആണിലും പെണ്ണിലും പ്രശ്നക്കാരുണ്ട്. അവർക്ക് എന്തെങ്കിലും അധികാരം കിട്ടിയാൽ അവരത് മിസ്യൂസ് ചെയ്യും. അക്കൂട്ടത്തിലാണ് ഏട്ടത്തിയുടെ അമ്മയും. അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിലും കേസ് കൈവിട്ടു പോയപ്പോൾ അത് കോംപ്രമൈസ് ചെയ്യാമായിരുന്നു. ദീപ പറയുകയാണ് ഞാൻ ചോദിച്ചത് അവിടെ ലാലേട്ടന്റെ ചേട്ടന്റെ സ്റ്റാൻഡാണ്. എന്റെ ഏട്ടനൊരു പാവമാണ്. ആ സമയത്ത് ഏട്ടത്തി പ്രഗ്നന്റ് ആയിരുന്നു. ഈ സംഭവത്തിന് ശേഷമാണ് അവർക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. അതോടെ ഏട്ടന് ഏത് ഭാഗത്ത് നിൽക്കണം എന്നറിയാതെ വിഷമിച്ചു. എന്റെ സ്വഭാവം തന്നെയാണ് ഏട്ടനും. അതുകൊണ്ട് എന്നോട് വന്ന് പറഞ്ഞു അമ്മ ജയിലിലേക്ക് പോകാൻ പോവുകയാണ്, ബന്ധം പിരിഞ്ഞാലോ എന്ന്. ഞാൻ പക്ഷേ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. അമ്മ ജയിലിലായതിനു ശേഷം ചേട്ടൻ കുറച്ചുനാള് അങ്ങോട്ടൊന്നും പോയില്ല. പൂജയെടുത്തിയെ കാണാനും ശ്രമിച്ചില്ല. പക്ഷെ അതിനിടയിൽ ചേട്ടൻ മാനസികമായി തളർന്നു. ബാങ്കിലേക്ക് പോകാതെയായി. എനിക്ക് പിന്നെ മനസ്സിലായി ഏട്ടന് ഏട്ടത്തി ഇല്ലാതെ പറ്റില്ല എന്ന്. അവസാനം അവിടുന്ന് ഡിവോഴ്സ് നോട്ടീസ് വന്നു. അത് ഏട്ടത്തി അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അവരുടെ അമ്മ വക്കീല് ഇട്ടതാണ്. കുടുംബ കോടതിയിൽ കേസെത്തിയപ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നിക്കാൻ തീരുമാനിച്ചു. ഞാനത് ശരിവെച്ചു. അപ്പോഴും അമ്മ കരുതിയത് രണ്ടാളും രണ്ടായി കഴിയുകയാണെന്നാണ്. പിന്നെ ആദ്യ പരോളിൽ ഇറങ്ങിയപ്പോഴാണ് കഥകൾ അറിയുന്നത്. അതോടെ ഏട്ടനെ പടിയടച്ച് പിണ്ടം വച്ചു. ദീപ ചോദിക്കുകയാണ് നിങ്ങൾ ഏട്ടനും അനിയനും തമ്മിൽ നല്ല ബന്ധമാണ് അല്ലേ? പിന്നല്ലാതെ. എനിക്ക് വേദനിച്ചാൽ എന്റെ ഏട്ടനും വേദനിക്കും. എന്നെ പോലെ തന്നെ ഏട്ടനും അമ്മയോട് സ്നേഹമാണ്. പക്ഷെ എന്തു ചെയ്യാനാ, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു പ്രത്യേകതയാണ്. ഭാര്യയ്ക്കും അച്ഛനമ്മമാർക്കും ഇടയിൽ കിടന്ന് ഇന്നത്തെ തലമുറ ശ്വാസം മുട്ടുകയാണ്. ആർക്കൊപ്പം നിൽക്കണ്ട എന്നുള്ള തർക്കമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അവസാനം അച്ഛനമ്മമാര് കോംപ്രമൈസ് ആകും. പിന്നെ മക്കളെ മക്കളുടെ വഴിക്ക് വിടും. അവരെ നോക്കാത്ത നമ്മൾ ആൺമക്കൾ പഴികേൽക്കുകയും ചെയ്യും. ഈ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു ഒത്തുതീർപ്പിന്റെ വേദിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മണ്ടന്മാരായ ആണും പെണ്ണും വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നറിഞ്ഞാൽ അതൊരു വലിയ സംഭവമാക്കിയെടുത്ത് ആ ബന്ധമേ വേണ്ടെന്ന് വെക്കുന്നവരാണ്. എന്നാൽ അതിലല്ല കാര്യം. വിവാഹശേഷം അവരുടെ ബന്ധം ഏത് രീതിക്കാണ് മുന്നോട്ട് പോകുന്നത് അതിനനുസരിച്ച് അതാണ് ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. എന്റെ ഏട്ടന്റെ ജീവിതമാണ് എന്നെ കൊണ്ടൊരു തീരുമാനം എടുപ്പിച്ചത്. എന്റെ സ്വഭാവത്തിനനുസരിച്ച് പോകുന്ന പെൺകുട്ടി അല്ലെങ്കിൽ വിവാഹമേ വേണ്ടാന്ന്. കാലം ശരിയല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയില്ല എന്നായിരുന്നു എന്റെ ചിന്ത. അപ്പോഴാണ് ദൈവദൂതനെ പോലെ ഡോക്ടർ ഇക്ബാൽ അവതരിക്കുന്നത്. ഒരു ദേവതയെ എനിക്ക് തരാൻ. ദീപ ചോദിക്കുകയാണ് ദേവതയോ? എനിക്ക് താൻ ദേവതയാടോ? പക്ഷേ ആ ദേവത ഒരിക്കലും ഒരു കാരണമില്ലാതെ ഈ ദേവനെ പരിക്കേൽപ്പിക്കരുത്. എന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും ഒരു വീഴ്ച ഉണ്ടാകില്ല ലാലേട്ടാ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ലാലേട്ടനാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാർത്തിയേക്കാൾ അപകടകാരിയാണ് രചന. അവള് കാർത്തിയെ കൊണ്ട് ലാലേട്ടനെ എന്തെങ്കിലും ചെയ്യിപ്പിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. ജയലാൽ പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ലാലേട്ടൻ പറയുന്നത് പോലെ ഞങ്ങൾ പെണ്ണുങ്ങള് എന്തും തുറന്നു പറയാൻ മടിക്കുന്നവരാണ്. ഇത്രയും അടുത്ത സ്ഥിതിക്ക് പറയുകയാണ് ലാലേട്ടൻ എന്തെങ്കിലും വേദന ഉണ്ടായാൽ അതിനേക്കാൾ വേദനയും നൊമ്പരവും ഒക്കെ എനിക്കായിരിക്കും.
ദീപയെ ചേർത്ത് പിടിച്ച് ജയലാൽ പറയുകയാണ്, ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല, സമാധാനമായിരിക്കെ, എന്റെ മോള് വന്നേ എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറുകയാണ് രണ്ടുപേരും. കാറിൽ കയറുന്നതിന് ശേഷം ദീപയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് ജയലാൽ പറയുകയാണ്, എന്റെ കുട്ടി പേടിക്കേണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, ഒന്ന് തൊട്ടത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ദീപ ചോദിക്കുകയാണ്, എന്തിനാ എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നത്? അങ്ങനെയൊന്നും ചോദിക്കണ്ട, എന്റെ മേലിൽ ലാലേട്ടൻ എല്ലാ അവകാശങ്ങളും ഉണ്ട്. ചിരിച്ചുകൊണ്ട് ജയലാൽ പറയുകയാണ്, അതും അതിനപ്പുറവുമുള്ള അവകാശങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി കേട്ടോ. അത് കേട്ട് ചിരിക്കുകയാണ് ദീപ. പിന്നീട് വീട്ടിലേക്ക് എത്തുകയാണ് ജയലാലും ദീപയും. അവരെ കണ്ട് സന്തോഷിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. ജയലാൽ പറയുകയാണ്, ഞങ്ങളുടെ കല്യാണം മുടക്കാൻ വേണ്ടി ചിലരൊക്കെ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോ അവർക്കുള്ള മറുപടി നേരിട്ട് കൊടുക്കാമെന്ന് കരുതിയാണ് ദീപയും കൂട്ടിക്കൊണ്ട് പോയത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, സദാനന്ദന്റെ മോൻ പരോളിൽ ഇറങ്ങിയത് വലിയ ഭീഷണിയാണ്. ഒരുപാട് ക്രിമിനൽ കേസിലെ പ്രതിയാണ്, പക്ഷെ ഒന്നിൽ പോലും ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. ആദ്യമായിട്ടാണ് ജയിലിൽ കിടക്കുന്നത്. അതിന്റെ വൈരാഗ്യവും നിരാശയും ചെറുതല്ല. ജയിൽവാസം ഒഴിവാക്കാനാണല്ലോ എന്റെ മോളെ അവൻ ട്രാപ്പിലാക്കിയത്. പക്ഷെ ഉദ്ദേശിച്ച പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല. ഇനിയിപ്പോ എന്റെ മകൾക്ക് ജീവിതം ഉണ്ടാകരുത് എന്ന ചിന്തയോടെയാണ് അവന്റെ പോക്ക് എന്ന് സങ്കടപ്പെട്ട് പറയുകയാണ് ഭാഗ്യലക്ഷ്മി. ജയലാൽ പറയുകയാണ്, അമ്മ പേടിക്കേണ്ട, എന്റെ ആയുസ്സിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിൽ ഞാനും ദീപയും ഒന്നിച്ചിരിക്കും. മോൻ കയറിയിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് ജ്യൂസൊക്കെ കുടിച്ചായിരുന്നു. ഇയാൾക്കിപ്പോ കുറച്ചൊക്കെ ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. അത് അതേപടി നിലനിൽക്കണം. ഇയാളുമായി അമ്മയും കിടക്കൊക്കെ പുറത്തോട്ടൊക്കെ പോണം. ഇനിയിപ്പോ കല്യാണം വിളിയൊക്കെ ഉള്ളത് കൊണ്ട് പോയാലല്ലേ പറ്റുമോനെ എന്ന് ചോദിക്കുകയാണ് ഭാഗ്യലക്ഷ്മി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ദീപയുടെ സ്വഭാവം ഞാൻ കുറച്ചുകൂടി മാറ്റിയെടുത്തോളാം. എന്നാൽ പിന്നെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് ജയലാൽ. ജയലാൽ പോയ ശേഷം ദീപ ഭാഗ്യലക്ഷ്മിയോട് പറയുകയാണ്, ആ രചനയുടെയും കാർത്തിയുടെയും വൈരാഗ്യം കൂടി വരികയാണ്. ലാലേട്ടനെ എന്തെങ്കിലും ചെയ്യുമോന്നാണ് എന്റെ പേടി. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, കോളേജിൽ നടന്നതൊക്കെ ദിയ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ചങ്കുറ്റമുള്ള ഒരു ചെറുപ്പക്കാരന്റെ കൂടെയാണ് എന്റെ മോളിന് ജീവിക്കാൻ പോകുന്നത്. അതാ അമ്മയുടെ സമാധാനം. ദീപ പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ എന്തിനാണ് ഇത്രയും സ്നേഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, മോൾക്ക് ആ സ്നേഹം കിട്ടാൻ അർഹതയുള്ളത് കൊണ്ട്, തെറ്റ് ചെയ്യാതെ മോൾ ഒരുപാട് കരഞ്ഞതുകൊണ്ട്. ദീപ സങ്കടപ്പെട്ട് പറയുകയാണ്, ലാലേട്ടന്റെ ആയുസ്സിന് ഒരു കുഴപ്പവും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. പിന്നീട് ജയലാലിന്റെ വണ്ടിക്ക് കുറുക്ക് വയ്ക്കുകയാണ് കാർത്തി. വണ്ടിയിൽ നിന്നും ഇറങ്ങി കാർത്തി ജയലാലിനോട് പറയുകയാണ്, ഇറങ്ങി വാടാ. കാറിൽ നിന്നും ജയലാൽ ഇറങ്ങുമ്പോൾ കാർത്തി പറയുകയാണ്, നിന്നോട് പറയേണ്ട രീതിയിലൊക്കെ പറഞ്ഞു നോക്കി, എന്നിട്ടും നീ അവളുടെ മുൻപിൽ റൊമാൻറ്റിക് ഹീറോ ആവുകയാണ്. നിങ്ങൾ തമ്മിൽ പ്രേമമാണോടാ? ആണോ? പ്രേമമാണോ എന്ന് ചോദിക്കുമ്പോൾ ജയലാൽ പറയുകയാണ്, കെട്ടാൻ പോകുന്ന പെൺകുട്ടിയോട് തോന്നുന്ന ഇഷ്ടം എനിക്കും ഉണ്ട്. അന്നേരം കാർത്തിയുടെ കൂട്ടുകാരും വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ്. കാർത്തി അവരോട് പറയുകയാണ്, എടാ, ഇവൻ പറഞ്ഞത് നീയൊക്കെ കേട്ടോ? ചിലരുടെയൊക്കെ സ്വഭാവം ഇതാണ്. ഒരു പെണ്ണ് അസ്ഥിയിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ അവളെ പിന്നെ വിടാൻ തോന്നില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, പ്രേമിക്കുന്നവൻ കേൾക്കില്ല. അവനൊന്നും അറിയില്ല. അവസാനം കല്യാണം കഴിഞ്ഞ് ജീവിതം തുടങ്ങുമ്പോഴാണ് ഇവനെ പോലെ ഉള്ളവർക്ക് ചെയ്തു പോയ അബദ്ധത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്. ദേഷ്യപ്പെട്ട് ജയലാൽ പറയുകയാണ്, ദീപയെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് എന്റെ ജീവിതം താറുമാറാകുന്നെങ്കിൽ ആകട്ടെ, അതിന് നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ചിരിച്ചുകൊണ്ട് കാർത്തി പറയുകയാണ്, എടോ ജയലാല്, നിന്റെ പേരിനെ പോലും നാണിപ്പിക്കുന്ന പ്രവർത്തികൾ കൊണ്ട്, അങ്ങനെയുള്ള പ്രവർത്തികളാണ് നിന്റെ കയ്യിലിരിക്കുന്നത്. നീ ജയലാലല്ല, പരാജയലാലാണ്. ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ്, ഇത് പറയാനാണോ നിങ്ങൾ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തിയത്? കാർത്തി പറയുകയാണ്, അല്ലടാ, തല്ലാനാണ്. ആദ്യം പറഞ്ഞു നോക്കും, പിന്നെ തല്ലി നോക്കും. അതുകൊണ്ടും ശരിയായില്ലെങ്കിൽ കൊല്ലുമെടാ, കൊല്ലുമെന്ന് ജയലാലിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് പറയുകയാണ് കാർത്തി. ആകെ പേടിച്ചു നിൽക്കുകയാണ് ജയലാൽ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.